ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും സ്നേഹപൂർവ്വം സന്തോഷം അറിയിച്ചുകൊണ്ട് സർവമംഗളദായിനിയായ മുളയൻകാവിലമ്മയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ആദ്യമായി നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞതുപോലെ ഇടയ്ക്ക് എന്താണ്, സോപാന സംഗീതം എന്താണ് എന്ന് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നറിയാം. എങ്കിലും അദ്ദേഹം ഏൽപ്പിച്ചൊരു ദൗത്യം എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള വാദ്യമാണ് ഇടയ്ക്ക. ഇടയ്ക്ക ദേവവാദ്യം എന്നറിയപ്പെടുന്ന തുകൽ വാദ്യമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഇടയ്ക്ക ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത് തൂക്കിയിടാനുള്ള കാരണം നേരിട്ട് ഇടയ്ക്ക ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ ഡയറക്റ്റ് വെക്കില്ല. ഭൂസ്പർശം ഏൽക്കാത്ത വാദ്യം ആണ് ഇടയ്ക്ക എന്നാണ് പറയുക. അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അതാണ് ഇടയ്ക്കയുടെ പ്രത്യേകത. ഈ ഇടയ്ക്ക് കാണാൻ നല്ല ഭംഗിയാണ് അല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന ഈ ബോളുകളെ പൊടിപ്പ് എന്നാണ് പറയുക. ബോളെന്ന് പറയാൻ പാടില്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 64 എണ്ണമാണ് ഈ പൊടിപ്പ്. 64 എന്നുള്ള സംഖ്യ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? 64 കലകളെയാണ്. 64 കലകളെ സൂചിപ്പിച്ചിട്ടാണ് 64 പൊടിപ്പ്. അതിങ്ങനെ 4 ജീവക്കോലിലാണ് കോർത്തിരിക്കുന്നത്. ഇതിനെയാണ് ജീവക്കോല് എന്ന് പറയുക. മരം കൊണ്ട് 4 എണ്ണം ഉണ്ടാവും. അതിങ്ങനെ അങ്ങടും ഇങ്ങടും കോർത്തിട്ടാണ്. ഇടയ്ക്കയുടെ ഭാരമൊക്കെ ഈ ജീവക്കോലിലും പൊടിപ്പിന്റെ വലിപ്പത്തിലും ഒക്കെ അനുസരിച്ചിരിക്കും. നമ്മൾ സാധാരണ ഒരു 7-8 കിലോ ആണ് ഇടയ്ക്കയുടെ തൂക്കം എന്നുണ്ടെങ്കിൽ പൊടിപ്പിന്റെ വലിപ്പം കുറച്ചാൽ എണ്ണം കുറയ്ക്കാൻ പറ്റില്ല. വലിപ്പം കുറച്ചാലൊക്കെ ഭാരം നമ്മൾ ഈ ഉപയോഗിക്കുന്നതിന്റെ സൗകര്യത്തിന് അങ്ങനെ ഭാരമൊക്കെ കുറയ്ക്കാറുണ്ട്. ഇത് 64 കലകൾ തൂക്കിയിട്ടിരിക്കുന്ന ഈ 4 ജീവക്കോൽ എന്ന് പറയുന്നത് 4 വേദങ്ങളെ അനുസരിച്ചാണ്. വേദങ്ങളെ പ്രതിനിധാനം ചെയ്താണ് 4 ജീവക്കോല്. അതുപോലെ തന്നെ ഈ ഇടത് കൈ പിടിക്കുന്ന സ്ഥലം, ഇതാണ് ഇടയ്ക്കയുടെ കുറ്റി എന്ന് പറയുന്നത്. അത് ഇടയ്ക്കയുടെ നട്ടെല്ലാണ്. ഇടയ്ക്കയുടെ ശബ്ദം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ കുറ്റി താഴത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഹൈ പിച്ചിലേക്ക് പോകും, മുകളിലേക്ക് പിടിച്ചാൽ ബേസ് പിച്ചിലേക്ക് പോകും. നമ്മൾ കൈ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇടയ്ക്കയുടെ ശബ്ദം വ്യത്യാസം വരിക. ആ ഇടയ്ക്കയുടെ നട്ടെല്ല് എന്ന് പറയുന്നതാണ് ഈ കുറ്റി. അപ്പോൾ ഈ കുറ്റിയെ നമ്മൾ പ്രപഞ്ചമായി കണക്കാക്കും. അതിൽ നിന്ന് 2 വട്ടങ്ങളുണ്ടല്ലോ. ഒരു വശത്തെ ഇടയ്ക്കയുടെ വായിക്കുള്ളൂ എപ്പോഴും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ശബ്ദത്തിന് അല്ലെങ്കിൽ ശ്രുതിക്ക് അനുസരിച്ചിട്ടുള്ള മിനുസമായിട്ടുള്ള തോല ഏത് ഭാഗത്താണോ ഇടുന്നത് അത് അവിടെയാണ് എപ്പോഴും വായിക്കുക. 2 വശവും മാറി മാറി വായിക്കുന്ന ഒരു ഉപകരണമല്ല, ഒരു വശത്ത് മാത്രമേ വായിക്കുള്ളൂ. അത് നമ്മളുടെ ശബ്ദത്തിനനുസരിച്ച് നമ്മൾ ഏത് വശത്താണോ ശരിയാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ. അപ്പം അത് മാറിപ്പോവാതിരിക്കാൻ ഇവിടെ ഒരു കെട്ടോ അല്ലെങ്കിൽ ഒരു പൊടിപ്പ് അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഞാത്തൊക്കെ ഇടുന്നത് ഒരു പതിവുണ്ട്. അത് ഭാരം കൂട്ടാൻ എന്താ പറയുക കാരണമാവും എന്നുള്ളതുകൊണ്ട് പലരും അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ 2 വട്ടങ്ങളെ സൂചിപ്പിക്കുന്നത് സൂര്യൻ ചന്ദ്രൻ എന്നുള്ള നിലയ്ക്കാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നതിന്റെ കാരണമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായ സൂര്യനും ചന്ദ്രനുമാണ് ഈ 2 വട്ടങ്ങൾ എന്നാണ് പറയുക. അതിൽ ഈ ഓരോ വട്ടത്തിലും 6 ദ്വാരങ്ങളാണുള്ളത്, 6 സുഷിരങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഈ കച്ച ഇങ്ങനെ കോർത്തിരിക്കുന്നത്. ഈ 6 സുഷിരങ്ങളെ പറയുന്നത് 6 ശാസ്ത്രങ്ങൾ എന്നുള്ള നിലയ്ക്കാണ്. അതുപോലെ ഈ കച്ചയെ നമ്മൾ പറയുക പരമശിവന്റെ കഴുത്തിലെ പന്നകമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇത്രയും ഭാരമേറിയിട്ടുള്ള വസ്തു, അതായത് ആശയം കൊണ്ട് ഭാരമേറിയിട്ടുള്ള വസ്തു, സാധാരണ ഇതിന്റെ ഭാരം അല്ല പറയുന്നത്, ആശയം കൊണ്ട് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളായി, 64 കലകളായി, 4 വേദങ്ങളായി, പ്രപഞ്ചമായി, സൂര്യനായി, ചന്ദ്രനായി, 6 ശാസ്ത്രങ്ങളായി, ഇത്രയും ആശയസമ്പുഷ്ടമായ ഒരു വസ്തുവിന്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങില്ല എന്ന് പറയും. ഭൂമി ദേവിക്ക് താങ്ങാത്തതിനാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ആകാശത്തിനും ഭൂമിയുടെയും ഇടയ്ക്ക് കൊളുത്തിയാണ് ഇടുക. ഈ ഇടയ്ക്ക് ഇടുന്നതുകൊണ്ടാണ് ഈ വാദ്യത്തിന് എന്ത് പേര് വന്നത്? ഇടയ്ക്ക എന്ന പേര് വന്നത്. ഇത് വിശ്വാസപരമായിട്ടുള്ളൊരു കാര്യമാണ്. സയന്റിഫിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ സയന്റിഫിക് ആയിട്ടും ഇത് നിലത്ത് വെക്കില്ല എന്ന് പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ തോല് വളരെ നൈസായിട്ടുള്ള തോലാ. നമ്മുടെ നഖം കൊണ്ടാലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെറിയൊരു കാര്യം മതി അത് കീറാനായിട്ട്. അപ്പൊ നേരിട്ട് നമ്മൾ നിലത്ത് വെച്ചാൽ എന്തെങ്കിലും പൊടിപടലങ്ങളോ കല്ലോ മണ്ണോ
കൊണ്ടാൽ അത് പെട്ടെന്ന് കീറും. അതുകൊണ്ടും കൂടി ആവാം ചിലപ്പോൾ നിലത്ത് വെക്കാൻ പാടില്ല എന്ന് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. പക്ഷേ ഏതൊരു കാര്യവും നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അത് ആചരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ടെങ്കിലും അങ്ങനെ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അത് കൈകാര്യം ചെയ്യുമെന്നുള്ളത് കൊണ്ട് വിശ്വാസപരമായി ഭൂമിയിൽ ഇടയ്ക്ക വെക്കില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വാദ്യത്തിന് ഇടയ്ക്ക എന്ന പേര് വന്നത്. അതുപോലെ തന്നെ ലോകത്ത് മനുഷ്യൻ തൊണ്ടുകൊണ്ടുണ്ടാക്കുന്ന എല്ലാ ശബ്ദവും എടുക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു തുകൽവാദ്യമാണ് ഇടയ്ക്ക. ഇടയ്ക്ക ഒരാൾ പാടാതെ തന്നെ ഇടയ്ക്കയിൽ പാട്ട് പാടാനൊക്കെ പറ്റും. ഇടയ്ക്ക തന്നെ പാടും എന്നാ പറയാ. അത് ബൈ പ്രാക്ടീസ് നമ്മൾ കൈകൊണ്ട് ഈ ഇടയ്ക്കയിൽ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ വായിക്കാൻ പറ്റും. വളരെ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള കലാകാരന്മാരൊക്കെ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും ആയിട്ടില്ല. ഞാൻ ഇത് കൊട്ടി പാടുന്ന ഒരു ചെറിയ കലാകാരി മാത്രമാണ്. സോപാന സംഗീതം എന്ന് പറയുമ്പോഴും പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അഷ്ടപതി എന്താണ്, സോപാന സംഗീതം എന്താണ്? അതും വളരെ ചുരുക്കി പറയാണ്. സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവാനെ കാണാം നട തുറന്നിരിക്കുന്ന സമയത്ത്. സാധാരണ നട അടയ്ക്കുന്ന സമയത്താണല്ലോ ഇടയ്ക്ക കൊട്ടി. പ്രസന്ന പൂജ സമയത്താണ് കൊട്ടി പാടുന്നത് കണ്ടിട്ടുണ്ടാവുക. ആ നട അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റില്ല കുറച്ച് സമയം. ആ കാണാൻ പറ്റാതിരിക്കുന്ന സമയത്ത് പോലും ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകാതെ ഭക്തന് ഭഗവാനെ സംഗീതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ് വളരെ സിമ്പിളായി സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ. അതില് അഷ്ടപതി എന്ന് പറയുന്നത് ജയദേവ വിരചിതമായ ഗീതാ ഗോവിന്ദത്തിലെ 24 കീർത്തനങ്ങളെയാണ് അഷ്ടപതി എന്ന് പറയാ. അത് സംസ്കൃതത്തിലാണ്. കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം, വിരഹം, ഭക്തി, അതാണ് അഷ്ടപതിയുടെ ഒരു എസൻസ് എന്ന് പറയുന്നത്. അഷ്ടപതി സോപാന സംഗീതത്തിൽ പെടുന്നതാണ്. സോപാന സംഗീതം എന്ന് പറയുന്ന ബൃഹത്തായ ഒരു ശാഖയിലെ ഒരു ഘടകമാണ് അഷ്ടപതി. സാധാരണ വേറൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഇപ്പോൾ അവിടുത്തെ ഭഗവതിയെ സ്തുതിച്ച് പാടുമ്പോഴാണ് കേൾക്കുന്നവർക്കും നമുക്കും മനസ്സിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ നോർമലി അങ്ങനെ മറ്റു കീർത്തനങ്ങളൊക്കെ സോപാന സംഗീതം എന്ന് ജനറലൈസ് ചെയ്ത് പറയും. കൃഷ്ണന്റെ ഗീതഗോവിന്ദമാണ് പാടുന്നതെങ്കിൽ അതാണ് അഷ്ടപതി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇടയ്ക്ക് പ്രതിനിധാനം ചെയ്ത് ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും കഴിഞ്ഞതൊക്കെ വളരെ സന്തോഷമായി, മനസ്സിൽ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന ഒരു ഓർമ്മയായി എന്നും ഉണ്ടാവും.